ഒരു ആക്ടറിന്റെ ഡയറക്ടർ ആയിട്ടുണ്ട്, ഒരു ഡയറക്ടറിന്റെ ആക്ടർ ആയിട്ടുണ്ട്. യു ഹാവ് ആ ഒരു എക്സ്പീരിയൻസ്. അത് ഒരു ലക്കാണ് ആക്ച്വലി. നമുക്ക് എല്ലാ വഴിയിലൂടെ സഞ്ചരിക്കാൻ പറ്റുന്ന ഒരു ലക്കാണ്. പണ്ട് സ്പടികം സിനിമയിലൊക്കെ ആക്ട് ചെയ്യുന്ന സമയത്ത് ടെക്നീഷ്യൻസ് ആവട്ടെ, ക്യാമറമാൻ ആവട്ടെ, എനിക്കൊന്ന് വിന്റേജ് ടൈമില് അവർ കുറച്ചും കൂടി സ്ട്രിക്റ്റ് ആണ്, ചീത്ത പറയും നമ്മൾ തന്നെ. പക്ഷെ ഇപ്പൊ ചീത്ത പറയാൻ ചോദിച്ചാൽ ആ ഒരു ഫ്രീഡം ഉണ്ട്, കുറച്ചൊക്കെ ഉണ്ട്. പക്ഷെ ഓക്കെ, ഇത് ജസ്റ്റ് ഈ പറഞ്ഞു കൊടുക്കും, പോർട്രേ ചെയ്ത് കൊടുക്കും. അപ്പൊ ആക്ടേഴ്സ് അങ്ങനെ ചെയ്യുന്നു. അപ്പൊ അന്നത്തെ ഇന്നത്തെ ഒരു ചേഞ്ച്, ലൈക്ക് ആ ഒരു സ്ട്രക്ചറിൽ ഒരു ചേഞ്ച് വന്നതായിട്ട് തോന്നിയിട്ടുണ്ടോ? ഇല്ല, ഞാൻ സ്പടികം ഞങ്ങൾ ചെയ്യുന്ന സമയത്ത് ഇപ്പൊ പണിയെടുത്തില്ലെങ്കിൽ ആരെയും ചീത്ത കൊടുക്കും, അത് ഇപ്പോഴും പറയും. മനസ്സിലായോ? ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഞാൻ ഒരു ഇൻസിഡന്റ് പറഞ്ഞു. അതായത് സ്പടികത്തില് ഫേമസ് സീൻ ഉണ്ട് എൻ്റെ അഭിനയിച്ച സീൻ. മറ്റേ എന്താ പറയാ, ചോര തുടിക്കും ചെറുകൈകളെ പേറുക വന്നി പന്തങ്ങൾ. ആ പദ്യം പാടി ഞാൻ പേപ്പറും കത്തിച്ചിട്ട് എന്നിട്ട് അവസാനം എന്താ പറയുക വലിച്ചെറിയും ചൊല്ലി, എന്തിനാണ് ചോരടി എന്തിനടിയിൽ ചോപ്പുന്നതുകൊണ്ട് വരച്ചത്. ആ ഡയലോഗ് അത് വെരി ക്ലോസ് ടു 20 ടേക്സ് പോയി, 20 ടേക്ക് പോയി. ഒന്നെങ്കിൽ ഞാൻ പദ്യം തെറ്റിക്കും, അല്ലെങ്കിൽ പദ്യം കറക്റ്റായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് ഒരു സമയത്ത് പദ്യമെല്ലാം കറക്റ്റായിട്ട് പറഞ്ഞു നിന്നു, എന്തിനാണ് ഇന്ത്യനടിയിൽ ചോപ്പ് അത് പറയാൻ മറന്നു. പിന്നെ ഞാനൊന്നും കാണാണ്ട് പഠിച്ചിരുന്നില്ല. അപ്പൊ അത് പറഞ്ഞു. അപ്പൊ ഇതൊരു മറക്കാത്തതിന്റെ കാര്യം വെച്ചാൽ അന്ന് അപ്പോ 21 പിന്നെ ആദ്യത്തെ 2-3 ടേക്ക് ഒക്കെ ആയപ്പോ എന്താ നീ കാണിക്കുന്നത് ചെയ്യുമ്പോഴേക്ക് ചെയ്യുന്ന പറഞ്ഞു. 5ാമത്തെ ടേക്ക് എന്ന് പറഞ്ഞാൽ പൂര തെറിപ്പാട്ടാണ്. കാരണം എല്ലാ യൂണിറ്റും ഇതിന് വേണ്ടി മാത്രം വെയിറ്റ് ചെയ്യാണ്. അപ്പോൾ എനിക്ക് ടെൻഷനായി ഇതായി. അപ്പോൾ പക്ഷേ ഐ ഡിഡ് ഇറ്റ്, വേറെ കാര്യം. പക്ഷെ ഇപ്പോൾ ആലോചിക്കുമ്പോൾ അപ്പോൾ അതേ പറഞ്ഞാൽ പണിയെടുത്തില്ലെങ്കിൽ ഇപ്പോൾ ഭദ്രങ്ങൾ ഇപ്പോൾ പുതുതായിട്ടൊരു പടം ചെയ്യുകയാണെങ്കിൽ അതിൽ അഭിനയിക്കുകയാണെങ്കിൽ ഞാൻ പോവുകയാണെങ്കിൽ എനിക്ക് ഉറപ്പുണ്ട് ഞാൻ അലമ്പാക്കിയാൽ മൂപ്പര് നല്ല ഇത് വിളിക്കും, അതൊരു സംശയം വേണ്ട. പക്ഷെ അത് ചീത്ത വിളിക്കാൻ വേണ്ടി വിളിക്കുന്നതല്ല, മനസ്സിലായോ? അപ്പോൾ അവരുടെ പെർഫെക്ഷനും അവരുടെ ഡ്രൈവ് നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ അവരുടെ ഡ്രൈവിനനുസരിച്ച് നമ്മൾ നിന്ന് കഴിഞ്ഞാൽ ഒരു പ്രശ്നം ഉണ്ടാവില്ല. അപ്പം ഞാൻ സ്പടികത്തിൽ എനിക്ക് കൈയടി കിട്ടിയ സീൻസും ഉണ്ട്, അഭിനയിച്ചിട്ട് സെറ്റിൽ കൈയടിച്ച ആൾക്കാരുണ്ട്. അപ്പോൾ അത് അപ്പം വൺസ് യു ഗെറ്റ് ഇൻ ടു ദാറ്റ് ഹോൾ തിങ്, അപ്പോൾ അതങ്ങനെയാണ്. അപ്പോൾ ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ എന്ന് പറയുമ്പോൾ ആക്ടേഴ്സ് ഞാൻ മനസ്സിലാക്കിയ കാര്യം എന്ന് പറയുമ്പോൾ ആക്ടേഴ്സ് ആർ വെരി സെൻസിറ്റീവ് ഇപ്പോഴത്തെ അവസ്ഥയിൽ. അപ്പോൾ അന്നും അങ്ങനെയൊക്കെ തന്നെയാണ്. പക്ഷെ അന്നും ഈ പറയുന്ന പോലെ തന്നെ വലിയ പട്ട എന്ന് അഭിനയിക്കുക, മനസ്സിലായോ? അവർക്ക് വലിയ ഡയറക്ഷൻ കൊടുക്കേണ്ട ആവശ്യമില്ല. ചില സ്പെസിഫിക് ആയിട്ട് ചില സാധനങ്ങൾ മാത്രം ആയിരിക്കും എന്താ പറയുക ബന്ധനങ്ങൾ പോയിട്ട്, ഞാൻ അന്ധകാലത്താണ് പറയുന്നത്, ബന്ധനങ്ങൾ പോയിട്ട് സ്പെസിഫിക് ആയിട്ട് പറയും അങ്ങനെയല്ല ഇങ്ങനെ ചെയ്യണം അങ്ങനെ ചെയ്യണം എന്നൊക്കെ. ഇപ്പോൾ എന്താ പറയുക ഉള്ള ആക്ടേഴ്സിൻ്റെ സാധനം ഞാൻ ശ്രദ്ധിക്കുന്നത് വെച്ചാൽ മോസ്റ്റ് ഓഫ് ദം ആർ നോട്ട് ആക്ടിങ്, ദേ ടു ബിഹേവിങ് കൈൻഡ് ഓഫ് തിങ്. ഒരു അഭിനയം എന്ന് പറയുന്ന സാധനം കൂടുതൽ ബിഹേവ് ചെയ്തിട്ട് പോവുക എനിക്ക് ഇഷ്ടംപോലെ തോന്നുന്നത്. നമ്മൾ സിനിമ കണ്ടു നമുക്ക് കാണാമല്ലോ. അതുകൊണ്ടാണ് നമ്മൾ ഒരു ആക്ട്, ഞാൻ ഇന്ന ആക്ടർ എന്നല്ല പറയുന്നത്, നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു ആക്ടറിന്റെ പെർഫോമൻസ് അങ്ങനെ മൊണോട്ടോണസ് ആയിട്ട് പടങ്ങൾ മാറിക്കൊണ്ടിരിക്കുന്നു അങ്ങനെ തോന്നും. കാരണം എന്താ കാര്യം വെച്ചാൽ ബിഹേവ് അതല്ല. പണ്ടത്തെ ആക്ടേഴ്സ് എല്ലാവരും, നമ്മുടെ ഏത് സൂപ്പർ സ്റ്റാർസ് ആയിക്കോട്ടെ ആക്ടേഴ്സ് ആയിക്കോട്ടെ, അവരെല്ലാവരും ചെയ്യുന്നത് വെച്ചാൽ ഇവര് ക്യാരക്ടർ എന്തെന്ന് മനസ്സിലാക്കും. ആൻഡ് ദെൻ ദേ ട്രൈ ടു എന്താ പറയുക ഈ പെർട്ടിക്കുലർ മാനറിസം എന്തെങ്കിലും അത് അവർ ഈ ആക്ഷനും കട്ടിൻ്റെ ഇടയിൽ ജീവിക്കും. അപ്പോൾ അത് അവർ ജീവിക്കുന്നത് കൊണ്ട് നമുക്ക് ഭയങ്കര നാച്ചുറലായിട്ട് അഭിനയിക്കുന്നു എന്ന് നമുക്ക് തോന്നും. പക്ഷെ ദാറ്റ്സ് ആക്ച്വലി ആക്ടിങ്. ഇവിടെ ആ ആക്ടിങ് പാർട്ട് പോയി. ഇപ്പോൾ മറ്റെന്താ പറയുക ബിഹേവ് മാത്രമേ ഉള്ളൂ. മിക്ക ആക്ടേഴ്സിന്റെ ഏത് സിനിമ എടുത്തു കഴിഞ്ഞാലും ഭയങ്കര മൊണോട്ടോണസ് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യും. ഇത് തന്നെയാണല്ലോ മുമ്പത്തെ സിനിമയിലും ഒരേപോലെ എന്ന് പറയില്ലേ, അതേതാ കാര്യം. സോ ദേ നീഡ് ടു അഡാപ്റ്റ്, റീഇംപ്രൂവ് ദംസെൽഫ്, അങ്ങനെ സാധനമുണ്ട്. അപ്പോൾ ആ എഫേർട്ട് ആരും ഇടുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് പേഴ്സണലി. ഇല്ലാന്ന് ഞാൻ പറഞ്ഞില്ല. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഫഹദ് ഫാസിൽ ഈസ് എൻ ഇൻക്രെഡിബിൾ ആക്ടർ. ഇപ്പോൾ ഫഹദ് ഞാൻ ഇന്നാൾ വരെ ഏതൊരു ഇൻ്റർവ്യൂ ഞാൻ പറഞ്ഞു, അതായത് ഇപ്പോൾ ഞാൻ പ്രകാശൻ എന്ന് പറഞ്ഞ സിനിമ, അതേ സത്യനന്ദിക്കാടൻ സാറിൻ്റെ മുമ്പ് ചെയ്ത ഇന്ത്യൻ പ്രണയകഥ, ഈ 2 സിനിമയിലും ഇദ്ദേഹം ഓടുന്നുണ്ട്. ഈ 2 ക്യാരക്ടേഴ്സ് ഓടുന്നത് രണ്ട് രീതിയിലാണ്. ഇതൊരേ ആക്ടറാണ്, ബട്ട് ഹി ഈസ് പുട്ടിങ് ഇൻ എ വെരി ഡിഫറെൻറ്റ് എഫേർട്ട്. ആൻഡ് കാണുമ്പോൾ തന്നെ ആ സ്ക്രീനിൽ ഭയങ്കര വിസിബിളാണ്. അപ്പോൾ അതാണ് പറഞ്ഞത്. അപ്പോൾ അങ്ങനത്തെ ഒരു എത്ര ഫഹദ് ഇവിടെ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഐ എം വെരി ഡൗട്ട്ഫുൾ ഉണ്ട്. പക്ഷെ അറ്റ്ലീസ്റ്റ് അത് ഞാൻ പറഞ്ഞ ഫഹദ് ജനിച്ചപ്പോൾ എങ്ങനെയല്ല, ഐ നോ ഹിം ഫ്രം വെരി ലോങ് ടൈം. എനിക്ക് ചാപ്പാക്കുരിശ് ആ സമയം തൊട്ട് എനിക്ക് ടൂർണമെന്റ് തൊട്ട് എനിക്ക് ഫാദറിനെ പേഴ്സണലി അറിയാം. ഹി ഹാസ് പുട്ട് എ ലോട്ട് ഓഫ് എഫേർട്ട്. മൂപ്പര് കുറേ എഫേർട്ട് ഉണ്ട്, ഇപ്പോഴും എഫേർട്ട് ഇട്ടുകൊണ്ടിരിക്കുക. പക്ഷേ ഫഹദ് ഇടുന്ന എഫേർട്ട് നമ്മൾ സ്ക്രീനിൽ നമ്മൾ കാണുമ്പോൾ സീംലെസ് എന്ന കാര്യം എന്ന് വെച്ചാൽ ദാറ്റ്സ് ബിക്കോസ് ഹീസ് എ ഡാം ഗുഡ് ആക്ടർ ആൻഡ് ഹീ ഈസ് ട്രൈങ് ടു പുഷ് ഹിംസെൽഫ് ഓൺ എവറി ക്യാരക്ടർ ഫ്രം എവറി ടൈം. അപ്പോൾ ഈ ഒരു സംഭവം ഉണ്ട്. അപ്പോൾ അത് എത്ര പേരോട് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ എനിക്കറിയില്ല. ഐ റിയലി വിഷ് എവരിബഡി ഷുഡ് ഡു ദാറ്റ്. അവർ പുഷ് ചെയ്യണമല്ലേ, ചെയ്തേ പറ്റും. ഞാനൊരു ഫിലിം മേക്കർ എന്ന രീതിയിലാണ് ഞാൻ പറയുന്നത്.
അത് ചെയ്തു കഴിഞ്ഞാൽ അവർക്കും നല്ല, നമ്മൾ ഓഡിയൻസിനും ഭയങ്കര രസമായിരിക്കും അവരുടെ പടങ്ങൾ കാണാൻ വേണ്ടി എക്സെട്ര എക്സെട്ര. രൂപേഷ് ആക്ച്വലി ടീ പേഴ്സൺ ആണോ കോഫി പേഴ്സൺ ആണോ? കോഫി, കോഫി, ബ്ലാക്ക് കോഫി വിത്തൗട്ട് ഷുഗർ. ചായ ഇങ്ങനെ ചില ആൾക്കാരുണ്ട് എനിക്ക് തലവേദന എടുക്കും എനിക്ക് കാപ്പി കുടിക്കണം, അങ്ങനത്തെ ഒരാളാണ്. ഇല്ല അങ്ങനെയല്ല, ഞാൻ രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ ഒരു 3 ബ്ലാക്ക് കോഫി വിത്തൗട്ട് ഷുഗർ അടിക്കും. വിത്തൗട്ട് ഷുഗർ. അപ്പൊ അത് കഴിഞ്ഞിട്ട് പിന്നെ ചിലപ്പോ ഒരു മോർണിംഗ് 10:30, 11 ഒക്കെ ആകുമ്പോൾ ഐ മൈറ്റ് ഹാവ് 1 more ഷോട്ട്. പിന്നെ ഈവനിങ് എന്താ പറയാ ഒരു 3:30, 4:30 ഒക്കെ ആകുമ്പോൾ അഗെയിൻ ഐ മേ ഹാവ് മേ ബി 2 cups ഓഫ് ബ്ലാക്ക് കോഫി വിത്തൗട്ട് ഷുഗർ. വിത്തൗട്ട് ഷുഗർ അല്ല, പക്ഷെ 6 മണിക്ക് കഴിഞ്ഞാൽ ഞാൻ കഴിക്കില്ല. എന്താ കാര്യം വെച്ചാൽ പിന്നെ ഉറങ്ങില്ല. പിന്നെ എനിക്ക് എന്താ പറയുക, എന്റെ കെഫീൻ ലെവൽ കൂടി കഴിഞ്ഞാൽ നമ്മുടെ ഉറക്കം പോകും. അപ്പൊ ഞാൻ അത് അന്ന് ഹാർഡ് കോർ കോഫി ലവർ, പണ്ട് ടീ ലവർ ആയിരുന്നു, എന്നിട്ട് കോഫി ലവർ ആയി. എനിക്ക് എന്ത് കാര്യം ഓണ ലോങ് റൺ ഞാൻ മനസ്സിലായ കാര്യം എന്ന് വെച്ചാൽ എനിക്ക് ഐ എം ലാക്ടോസ് ഇൻടോളറന്റ് ആണ്. അപ്പൊ എനിക്ക് പാല്, ഡയറി പ്രൊഡക്ട്സ്, ഗീ ഒന്നും പറ്റില്ല. കാരണം വെച്ചാൽ ഭയങ്കര ബ്ലോട്ടിങ്ങും മറ്റേ സിസ്റ്റം മൊത്തം തകടം പറയുമെന്ന് പറയില്ല അവസ്ഥ. അതുകൊണ്ട് ഞാനത് പിന്നീട് റിയലൈസ് ചെയ്തത്. സോ അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് എനിക്ക് ബ്ലാക്ക് ടീനെക്കാട്ടും കൂടുതൽ പിന്നെ ഇഷ്ടം തുടങ്ങിയത് ബ്ലാക്ക് കോഫിയിലോട്ടായിരുന്നു. ഇപ്പോൾ പിന്നെ കഴിഞ്ഞ എനിക്ക് വെച്ചിട്ട് സിൻസ് 10 കൊല്ലമായിട്ട് ബ്ലാക്ക് കോഫി. ചായ കുടിക്കില്ല എന്നല്ല പറഞ്ഞത്, വല്ലപ്പോഴും. ആസ്മി വിഷ് ഐ പ്രിഫർ ദ മോസ്റ്റ് coffee, black coffee. Any time of the day. So as a director you started 2012 തീവ്രം സിനിമ സ്റ്റാർട്ട് ചെയ്തു. ഇപ്പോഴും ആൾക്കാർക്ക് ഇഷ്ടമാണ് ആ സിനിമ കണ്ടുകൊണ്ടിരിക്കാൻ. അത് ഞാനിവിടെ ചെന്ന ആൾക്കാർ പറയുന്ന എനിക്ക് പേഴ്സണലി കണ്ടുകൊണ്ടിരിക്കാൻ ഇഷ്ടമാണ്. നമുക്ക് ചാനൽസിലൊക്കെ വരുമ്പോൾ അറ്റ് ദാറ്റ് ടൈം ആ ഒരു എനിക്കൊന്ന് ഇപ്പോഴാണ് വന്നു കഴിഞ്ഞാൽ വേണമെങ്കിൽ നമുക്ക് ഓക്കെ സൈക്കോ ത്രില്ലർ അല്ലെങ്കിൽ ഒരു ക്രൈം ത്രില്ലർ അങ്ങനത്തെ ബേസിൽ. സോ ആ ഒരു ടൈമിൽ രൂപേഷിന്റെ മൈൻഡിൽ എങ്ങനെ ഒരു ഐഡിയ വന്നു, അതും ഡെബ്യൂട്ട് ആയിട്ട്? അത് ശരിക്കും ഉണ്ടായ ഒരു സംഭവം ബാംഗ്ലൂർ. ഞാൻ ബാംഗ്ലൂരിലാണ് എൻ്റെ ഗ്രാജുവേഷൻ കഴിഞ്ഞത്. സോ ആ സമയത്ത് ഞാൻ ഗ്രാജുവേഷൻ കഴിഞ്ഞിട്ട് വർക്കിംഗ് അവിടെ ആൽബിന്നൊരു കമ്പനി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് ആസ് എ കോൾ സെൻ്റർ എംപ്ലോയി. അപ്പോൾ ആ സമയത്ത് ഉണ്ടായൊരു സംഭവം. അപ്പം അന്ന് ഇപ്പോഴും ബാംഗ്ലൂർ ഭയങ്കര ആയിട്ട് പോകുന്നൊരു കാര്യമാണ്, പണ്ടും ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മളെല്ലാം ലേറ്റ് നൈറ്റ് ഷിഫ്റ്റ്സ്, എന്താ പറയുക ഗ്രേവി യാർഡ് ഷിഫ്റ്റ്, രാത്രി 12 മണിക്കായിരിക്കും ഷിഫ്റ്റ് സ്റ്റാർട്ട് ചെയ്യാം. അത് ഗോസ് ഓൺ ടിൽ നെക്സ്റ്റ് ഡേ മോർണിംഗ് 10 o'clock. അപ്പോൾ അങ്ങനെ ഒരു പെൺകുട്ടീനെ ക്യാബ് ഡ്രൈവർ പിക്ക് ചെയ്ത് കൊണ്ടുപോകുന്നു. ആൻഡ് ഷീ ഗെറ്റ്സ് ബ്രൂട്ടലി റേപ്ഡ് ആൻഡ് മർഡേർഡ് ആൻഡ് സ്റ്റഫ് ലൈക്ക് ദാറ്റ്. അപ്പോൾ ഇത് അവിടെ നടന്നൊരു സംഭവം. സോ അപ്പോൾ ഇതിൻ്റെ ന്യൂസ് ആർട്ടിക്കിളൊക്കെ സ്ഥിരമായിട്ട് ഇങ്ങനെ പേപ്പറിൽ വരാറുണ്ടായിരുന്നു. ഞാനത് കണ്ടുകൊണ്ടിരുന്നു സ്ഥിരമായിട്ട്. അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് എൻ്റെ ഒരു ഔട്ട് ബേസ്റ്റ് ഉണ്ട്. ആൻഡ് വാട്ട് ഹാപ്പൻ വാസ് ലൈക്ക് ഇയാൾ ജയിലിൽ പോയി കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ഇയാൾക്ക് മേഴ്സി ബെയിൽ കിട്ടിയിട്ട് ഇയാൾ പുറത്തേക്ക് ഇറങ്ങി. എന്നിട്ട് ഇയാളിപ്പം ഇപ്പോഴും ബാംഗ്ലൂർ ഓട്ടോ ഓടിച്ചുകൊണ്ടത് ഇപ്പോഴും ഈ സ്റ്റിൽ ദെയർ. അതാ പറഞ്ഞത്. അതെന്താ കാര്യം വെച്ചിട്ട് മൂപ്പരുടെ ഭാര്യ ഹാൻഡിക്യാപ്ഡ്, വീട്ടിൽ ആരും ഇല്ല, അമ്മ വയസ്സായി, സോ ഇതൊക്കെ പറഞ്ഞിട്ട് മേഴ്സി ബെയിലിൻ്റെ ഇതിൽ ഇയാൾക്ക് ബെയിൽ കിട്ടി ഇയാൾ പുറത്തേക്ക് ഇറങ്ങി. അപ്പം അത് കണ്ടപ്പോൾ എൻ്റെ ഒരു ഔട്ട് ബേസ്റ്റാണ് തീവ്രം. സോ അതാണ് ഐ തിങ്ക് നമ്മുടെ നാട്ടിൽ ഇങ്ങനത്തെ ഇൻജസ്റ്റിസ് ഇഷ്ടം പോലെ നടക്കുന്നുണ്ട്. അപ്പോൾ ഞാനത് എൻ്റെ ഒരു റിയാക്ഷനായിട്ട് ഞാൻ ആ സിനിമയിലൂടെ ഞാൻ പറഞ്ഞപ്പോൾ ഐ തിങ്ക് പീപ്പിൾ ആർ സ്റ്റിൽ ലൈക്കിങ് ആൻഡ് വൈ ബിക്കോസ് അത് ഇങ്ങനെ വേണം. ഇഫ് ജസ്റ്റിസ് ഇസ് നോട്ട് പ്രൊവൈഡ് പ്രോപ്പർലി ദെൻ യു വിൽ ടേക്ക് തിങ്സ് ഇൻ ഓൺ ഹാൻഡ് എന്നൊരു സംഭവം ഉണ്ടല്ലോ. അതാണ് സിനിമ. അതാണ് എനിക്ക് തോന്നുന്നു ഇപ്പോഴും ആൾക്കാർ സ്റ്റിൽ റിലവൻറ്റ്. ഇപ്പോഴും ഈ കാലത്ത് പോലും ഈ പറഞ്ഞ പോലെ തന്നെ ജസ്റ്റിസ് ആരും കിട്ടുന്നില്ല, റേപ്പിസ്റ്റ് ഗെറ്റിംഗ് സ്കൗട്ട് ഫ്രീ ആയിട്ട് നടക്കുന്നു, അത് സംഭവം ഉണ്ടല്ലോ. അപ്പോൾ റിയാക്ഷൻ എൻ്റെ ഒരു ഔട്ട് ബേസ്റ്റ് ആയിരുന്നു. ഇപ്പോഴും റിലവൻ്റ് ആയതുകൊണ്ട് ഇപ്പോഴും ആൾക്കാർ ഡിസ്കസ് ചെയ്യുന്നു.